ശബ്ദാനുകരണ കലയിലൂടെ നമ്മളെ വിസ്മയിപ്പിക്കാൻ വേണ്ടി ഒരു ഗംഭീര പ്രകടനവുമായി വേദിയിലേക്ക് എത്തുന്നു അനീഷ് കരുനാഗപ്പള്ളി. അനീഷ്, കോമഡി മസാലയുടെ ഈ ഫ്ലോറിലേക്ക് സ്വാഗതം. ഇന്ന് എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കരുതിയിരിക്കുന്നത്? ഞാൻ കുറച്ച് താരങ്ങളുടെ ശബ്ദമാണ് അനുകരിക്കാൻ, താരങ്ങളെയാണ് അനുകരിക്കാൻ പോകുന്നത്. ആരെയൊക്കെയാ? ഞാൻ ആദ്യമായിട്ട് ഹരിശ്രീ അശോകൻ ചേട്ടന്റെ അടുത്ത വിജയരാഘവൻ ചേട്ടന്റെ വോയിസ് ചെയ്യാം. കള്ളം പറയുന്നോടാ പറഞ്ഞ കഴിവറ പോലെ ഒരു കാലത്ത് ഒരു ഒഴുക്കായിരുന്നു സ്പിരിറ്റിന്റെ. പിടിച്ചപ്പെല്ലാം വലിയ പുള്ളികളാ. ഒന്ന് രമ്മലയുടെ മകൻ, ഒന്ന് മന്ത്രിയുടെ സ്വന്തക്കാരൻ. സ്വജാതിയല്ലേ വിട്ടേക്കുന്നത്. പോയി പണിതോടാ പുള്ളെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ കാരണം കാണിക്കലായി. കാരണം കാണിക്കല്ല, ഇവന്റെ ഒക്കെ കാരണം കൂടി നോക്കി പൊട്ടിക്കുക വേണ്ട. പന്ന കഴിവറ മക്കളെ അപ്പുകൂട്ടാ ഒരു കല്യാണമൊക്കെ കഴിക്കണം കേട്ടോ. നളേശാ കൊല്ലണ്ട. അടിപൊളി. ഇനി അടുത്ത SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഞങ്ങളുടെ സമുദായം ഞങ്ങൾ NSSകാര് SNDPക്കാരുടെ ഒരുമിച്ച് ചെയ്യണമെന്നുള്ളത്. ഇതിനകത്ത് മറ്റ് ജാതിക്കാരും കയറുമെന്ന് പറയണ്ട. ഗുരുദേവൻ പറഞ്ഞിട്ടില്ല, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. അവല്ലാതെ നല്ലത് മാത്രം പെട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അയ്യോ, അങ്ങനെ നിർത്തല്ലേ. നന്ദി നമസ്കാരം പറയുമ്പോൾ നമുക്കൊരു വിഷമം അല്ലേ? നമുക്ക് കുറച്ചുകൂടെ കേൾക്കാനില്ലേ? എങ്ങനെയുണ്ട് ഇതുവരെയുള്ള പെർഫോമൻസ്? ഇഷ്ടപ്പെട്ടോ? സൂപ്പർ ആണോ? ഇനി അടുത്ത എന്താണ്? അടുത്ത തമിഴ് വടിവേലു സാറിന്റെ വോയിസ്. തമിഴിലേക്ക് പോയി. ഓക്കെ. ഗംഭീരായി. അപ്പൊ ഇനി എങ്ങടാ തമിഴ് വിട്ട് തെലുങ്കിൽ പോണ്ടോ? ഇല്ല, തിരിച്ച് മലയാളത്തിലേക്ക്. അടുത്ത സുരേഷ് കൃഷ്ണ. സുരേഷ് കൃഷ്ണ, ഓക്കെ. നമ്മുടെ വില്ലനായ ആദ്യമായിട്ട് ഈ ഫ്ലോറിൽ വെച്ചാണ്, കോമഡി മസാലയുടെ ഫ്ലോറിൽ വെച്ചിട്ടാണ് അനീഷ് കരുനാഗപ്പള്ളി ആദ്യമായിട്ട് സുരേഷ് കൃഷ്ണയുടെ ശബ്ദം അനുകരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. എന്റെ ജോലി പഠിപ്പിക്കല. അതാകുമ്പോ ചിലപ്പോ കയ്യോ കാലോ തട്ടിയോ മുട്ടു നിൽക്കിരിക്കും. അതിന്റെ പേര് പള്ളിക്കൂടം പോലും കാണാത്തവൻ മാപ്പു കോപ്പെന്നൊക്കെ പറഞ്ഞു വന്നാൽ രമേശന്റെ പൊട്ടി പൊട്ടി പറയും മാപ്പ്. കൊള്ളായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു അല്ലെ? പുതിയൊരു ആർട്ടിസ്റ്റിനെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ആദ്യമായിട്ട് ചെയ്ത് കേൾക്കുമ്പോൾ. ഇല്ലെങ്കിൽ ഇതിപ്പോ ടെലികാസ്റ്റ് വന്നു കഴിയുമ്പോഴല്ലേ അറിയുള്ളൂ ഇത് എങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? പക്ഷെ ഗംഭീരമായിട്ടുണ്ടായിരുന്നു. നല്ലൊരു കൈയടി കൊടുക്കാം നമുക്ക് അനീഷിന്. മുകേഷ് ഏട്ടന്റെ വോയിസ് ചെയ്യാം. യെസ്, മുകേഷ് ഏട്ടൻ. നിനക്കറിയൂ, ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചില്ലേ പുല്ല്. ചളവാക്കല്ലേ. കൊച്ചരി പൂച്ചക്കുട്ടി അവിടുത്തെയാണോ? അവിടുത്തെ അല്ലല്ലേ, ചളവാക്കി എന്നാ തോന്നുന്നേ. പക്ഷെ ഒട്ടും ചളവാക്കിയിട്ടുണ്ടായിരുന്നില്ല. നന്നായിട്ട് തന്നെ ചെയ്തു അനീഷ്. അപ്പൊ ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റിനെ ഈ ഫ്ലോറിൽ ലൈവിൽ കിട്ടിയാൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അനീഷ്. അപ്പം ഓൾ ദി ബെസ്റ്റ്. വീണ്ടും വരിക. തീർച്ചയായിട്ടും.